Hello everyone, welcome to my room tour. So I hope you enjoy it. I'm saying it in English because if any known Malus are watching it, this is basically a room tour of Jindal Girls Hostel, and I'll be showing what's in there, and it will be in Malayalam. So I don't know whether you will understand it. So do let me know if you want the exact room tour, but in English, providing all the details. So I'll be switching to my mother tongue right now, and it'll be in Malayalam. സോ എൻ്റെ റൂം ടൂറാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കോളേജ് ഒരു ഗ്ലോബൽ കോളേജ് ആയതുകൊണ്ട് കുറേ പേര് ചിലപ്പോൾ നോൺ മലയാളീസ് ആയിരിക്കും, അവർ ഈ ചാനൽ കാണുന്നുണ്ടാവും, റൂം ടൂർ കാണുന്നുണ്ട്, അപ്പോൾ അവർക്ക് മനസ്സിലാവണമല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ പോകുന്നത് ഒരു ഡീറ്റെയിൽ റൂം ടൂറാണ്. ജിന്തലിൽ 3 ടൈപ്പ് റൂമുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ 4 ഷെയറിംഗ് ആണ്, 4 ബെഡ് ഉണ്ടാവും, 4 പേരായിരിക്കും ഷെയർ ചെയ്യുന്നത്. ആൻഡ് നമുക്കത് ഡിസൈഡ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ ഒരു ട്രിക്ക് ഉണ്ട് ടു ഗെറ്റ് റൂം വിത്ത് യുവർ ഫ്രണ്ട്സ് ദാറ്റ് ഐ വിൽ സേ ടു യു ഒരു വേറെ വീട്ടിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് 3 ഷെയറിംഗ് ആണ്, അതായത് 3 ബെഡായിരിക്കും. അപ്പോൾ അത് ഡിഫറെൻറ്റ് റൂം ടൂർ ആയിരിക്കും. എനിക്കൊന്നും യൂട്യൂബിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. എനിക്ക് ആ റൂമിട്ട് ആക്സസ് ഇല്ല, കാരണം ഞാൻ താമസിക്കുന്നത് 4 ഷെയറിംഗ് ആണ്. ആൻഡ് നമുക്കത് ഇപ്പോൾ പൈസ കൂട്ടിക്കൊടുത്താൽ കിട്ടും, അങ്ങനെയൊന്നുമല്ല. അത് അവർ ഓൾറെഡി അവർക്കൊരു സിസ്റ്റം ഉണ്ട്, അതിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സിംഗിൾ ബെഡാണ്, അതായത് 2 ഷെയറിംഗ് ഉണ്ട്, 2 ഷെയറിംഗ് ഉണ്ട്, സിംഗിൾ ബെഡ് ഉണ്ട്. സിംഗിൾ ബെഡ് പക്ഷേ ഈ 2 ഷെയറിംഗ് തന്നെ കിട്ടും, വേറെ റൂംമേറ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. 2 ഷെയറിംഗ് ഉള്ളത് സൂപ്പർ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് എൻ്റെ ഹൗസിങ്ങിൻ്റെ, അത് നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റൽ ഹൗസിംഗ് എന്നാണ് പറയുന്നത്. എൻ്റെ ഹൗസിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൂപ്പർ ബ്ലോക്ക്. സോ അവിടെയും ഇതുപോലെ തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഇഫ് യു റിക്വസ്റ്റ് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഇപ്പോൾ 3 ഷെയറിങ്ങോ 4 ഷെയറിങ്ങോ മാറ്റി 2 ഷെയറിങ്ങിലാക്കും. ഈ 2 ഷെയറിങ്ങിൽ തന്നെ നമുക്ക് വേറെ റൂംമേറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റും അങ്ങനെ 1 ഷെയറിങ് കിട്ടും. ബോയ്സിന് വേറെയാണ്. എല്ലാ സെമിസ്റ്ററിലും അവർ ഈ ബോയ്സ് ഗേൾസിന് ഡിവിഷനില്ല. അതായത് ഇപ്പോൾ ഈ ഒരു ഹോസ്റ്റൽ കഴിഞ്ഞ വർഷം ബോയ്സിൻ്റെ ആയിരുന്നു, ആൻഡ് അത് മാറ്റിയിട്ട് ഇപ്പോൾ ഗേൾസിൻ്റെയൊക്കെ. അപ്പോൾ നമുക്കൊരു സ്ഥിരമായിട്ടൊരു ഇതില്ല, ഓരോരോ വർഷം കഴിയുമ്പോൾ ഓരോരോ വേറെ വേറെ റൂം വേറെ വേറെ ഹൗസിങ്ങിലോട്ട് പോകും. അപ്പോൾ ബോയ്സിൻ്റെ ഐ ഡോണ്ട് നോ വെദർ ഐ ഹാവ് ഫ്രണ്ട്സ്, അവരുടെ ഒരു റൂം ടൂർ കിട്ടുമോ നോക്കാം. ഏതെൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയാം, എനിക്കെടുത്തൊരു വീഡിയോ ഒന്ന്. സോ അവരൊരു അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ആൻഡ് യാ, സോ ഞങ്ങളുടെ ഫെസിലിറ്റീസൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കോളേജ് ടൂർ ചെയ്യുമ്പോൾ കോളേജ് ടൂറല്ല, ഹോസ്റ്റൽ ടൂർ, കോളേജ് ടൂറും ചെയ്യാം. അതുപോലെ ഹോസ്റ്റൽ ടൂറിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് കോമൺ ആയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഡു എൻജോയ് ദി റൂം ടൂർ ആൻഡ് ഡു ലെറ്റ് മീ നോ കോമെൻറ്റ്സിൽ പറ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോ വേണ്ടത്. കോളേജിൻ്റെ പറയുന്ന ഇൻഫർമേഷൻ വേണോ, വേറെ എന്തെങ്കിലും റിലേറ്റഡ് വീഡിയോസ് വേണോ? യാ, so do let me know and do subscribe. So bye. ഹലോ, ഇതാണ് നമ്മുടെ റൂം ടൂർ. എല്ലാവർക്കും അവർക്ക് നേരത്തെ തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും റൂം. ആൻഡ് നമുക്ക് കീസ് തരുമ്പോൾ തന്നെ അതിൽ ABCD ഓക്കെ 4 റൂംമേറ്റ് ഉണ്ടെങ്കിൽ 4 ഇതിൽ ഏതാണ് നമുക്കെന്ന് ഓൾറെഡി അതിൽ എഴുതിയിട്ടുണ്ടാവും. സോ നമുക്ക് കയറിയിട്ട് ഏതെങ്കിലും ഒരു ബെഡിൽ കിടക്കാം, അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന കീയിൽ ഇപ്പോൾ A എന്നാണോ B എന്നാണോ, ഇപ്പോൾ എൻ്റെ D എന്ന് എഴുതിക്കണം. അപ്പോൾ D ഉള്ള ബെഡിലായിരിക്കും ഞാൻ എല്ലാം സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് വേറെ ബെഡ് വേണമെങ്കിൽ ആ ഒരു റൂംമേറ്റിനോട് സംസാരിച്ചിട്ട് ആ ഒരു കീസ് എക്സ്ചേഞ്ച് ചെയ്ത് താഴെ വാർഡിനോട് പറഞ്ഞ് ആ ഒരു കീ നമ്പറിൽ നമ്മുടെ പേരാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് റൂം. ഇവിടെ ഹീറ്ററും ഉണ്ട്, AC ഉണ്ട്. അതിൽ എപ്പോഴും AC-യിലായിരിക്കും. ഫാനുണ്ട്, പക്ഷേ ഫാന് അവർ എപ്പോഴും AC തന്നെ ഇടാൻ പറയും, അല്ലെങ്കിൽ ടൈൽസിൻ്റെ അവിടെ നിന്ന് വെള്ളം വരും. ഓക്കെ, സോ അതുകൊണ്ട് എപ്പോഴും AC തന്നെ ഇടാൻ പറയും. 4 ബെഡാണുള്ളത്. ഇതാണ് ഫസ്റ്റ് എൻ്റെ ബെഡ്, ഈ ഒരു D സെക്ഷനിലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും റൂമിൽ ബാൽക്കണി ഉണ്ടാകും. ആ ബാൽക്കണിയിൽ നമുക്ക് വന്ന് ഇരിക്കാം, നമുക്ക് അവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ എൻ്റെ ക്ലോത്ത്സ് എല്ലാം ഞാൻ ലോണ്ട്രി തന്നെ കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ റൂംമേറ്റ്സ് ചില ക്ലോത്ത്സ് അവിടെ അലക്കിയിടാറുണ്ട് എന്തെങ്കിലും അത്യാവശ്യമുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു അഴ കെട്ടിയിട്ടുണ്ട് അവിടെ. സോ നേരെ ഓപ്പോസിറ്റ് തന്നെ കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ വേറെ ഹൗസിംഗ് ആണ്. അത് കഴിഞ്ഞ് എൻ്റെ സൈഡിൽ ബോയ്സിൻ്റെ ഹോസ്റ്റലാണുള്ളത്. സോ നമ്മൾ ഹോസ്റ്റൽ എന്നല്ല ഈ ഒരു കോളേജിലെ പേര് പറയുന്നത്, ഹൗസിംഗ് എന്നാണ് കേട്ടോ. SH എന്നാണ് പറയുന്നത്, സ്റ്റുഡൻറ്റ് ഹൗസിംഗ്. സോ ഇങ്ങനെയാണ് എൻ്റെ ഒരു ബാൽക്കണിയുടെ വ്യൂ, വിച്ച് ഐ റിയലി ലവ് അബൌട്ട് ഇറ്റ്. ആൻഡ് ബാൽക്കണി വന്ന് ഞാൻ മൂവീസൊക്കെ കാണാറുണ്ട്, ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ, മൂവീസ് എങ്ങനെ ഞാൻ സെറ്റ് ചെയ്യുന്നത് കാണുന്നതെന്നൊക്കെ. അപ്പോൾ ഇതാണ് ബാൽക്കണി. ഇത്ര നല്ലൊരു സ്പേസാണ്. ആക്ച്വലി ഇവിടെ വർക്കൗട്ട് ചെയ്യാനും യോഗ ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്പേസാണ് കേട്ടോ. ആൻഡ് ഇവിടെ ഇങ്ങനത്തെ ഒരു റെഡ് കർട്ടൻസ് ഇട്ടിട്ടുണ്ട്.
സോ ഇതൊരു ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ് ഇത് എല്ലാം സെറ്റ് ചെയ്തതെന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയായിട്ട് അറിയില്ല. നമുക്കിങ്ങനെ കേർട്ടൻസ് ഇങ്ങോട്ട് വലിച്ചിടാം, എന്നിട്ട് ഞങ്ങളിവിടെ ഒരു ക്ലിപ്പ് ഇങ്ങനെ കുത്തിവെക്കും സോ ദാറ്റ് അതിങ്ങനെ മാറി മാറി പോകില്ലാത്തതുകൊണ്ട്. ആൻഡ് റൂമിൽ നമുക്കില്ലേ ഇതിൻ്റെ ഭാഗത്തില്ലേ നമുക്ക് വേറെ കേർട്ടൻസ് ഇടാം ബോർഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദാറ്റ് 2 പേരുടെ റൂം പോലെ തോന്നാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്പേഷ്യസ് റൂമാണ്. ആൻഡ് ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വാർഡ്രോബും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയെല്ലാ വാഷ് റൂം, വാഷ് ബേസിൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കണം, ടോയ്ലറ്റൊക്കെ. അപ്പോൾ നമുക്ക് നല്ലൊരു പാർട്ടീഷൻ ഉണ്ടാകും, വെച്ചാൽ ലവ് അബൌട്ട് ഇറ്റ്. പക്ഷേ 3 ബെഡ്റൂമിൽ ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ല കേട്ടോ, വേറെ രീതിയിലാണ് ഇത് നമുക്ക് അലോക്കേറ്റ് ചെയ്തിങ്ങനെ ഡി എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാകും. നമ്മുടെ വാർഡ്രോബ് സെക്ഷനാണ്. ഇവിടെ നമുക്ക് ലോക്കർ വരെയുണ്ട്, എല്ലാ കാര്യങ്ങളും വെക്കാം. അതിന് കീസ് ഉണ്ട്. സോ നേരത്തെ എന്ന് വെച്ചാൽ പല കീസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു കീ കൊണ്ട് എല്ലാം ഓപ്പൺ ചെയ്യാം. ഇതൊരു വലിയ മിററാണ്. ഹലോ യാ, ഈ ഒരു മിററിൽ നമുക്കൊന്ന് വി ക്യാൻ പുട്ട് മേക്കപ്പ്, ഡ്രസ്സിങ് എന്താണെങ്കിലും ചെയ്യാം. ഇവിടെ 2 വാഷ് ബേസിനുണ്ട്, സോ 2 അങ്ങനെ സാധനങ്ങൾ വെക്കാനുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള ഫെസിലിറ്റി, നമുക്ക് വാഷ് റൂമാണ്, നമുക്ക് ബാത്ത് ചെയ്യാം. ബാത്റൂമിൽ നമുക്ക് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങൾ വെക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹുക്ക് ഉണ്ട്, നമുക്ക് വേറെയും കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഷവറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഷവർ വേണമെങ്കിൽ ഷവർ യൂസ് ചെയ്യുക. കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും ഉണ്ട്. ബക്കറ്റും മറ്റേ കപ്പൊക്കെ നമ്മൾ വാങ്ങണം കേട്ടോ. പിന്നെ അത് സെയിം വാഷ്റൂമാണ് അതുപോലെ തന്നെ, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ 2 ടോയ്ലറ്റാണുള്ളത്, സെയിം രീതിയിൽ തന്നെയാണ് ടോയ്ലറ്റ്. സോ നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ അവർ റീഫിൽ ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡസ്റ്റ്ബിന്നാണ്. ആൻഡ് ഇവിടെ നമ്മൾ അടിക്കുക തുടയ്ക്കുക ഒന്നും വേണ്ട. നമുക്ക് കോളേജിനൊരു ആപ്പ് ഉണ്ട്, അതിൽ കയറി നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് ക്ലീൻ ചെയ്തോളൂ. എല്ലാ ദിവസവും വന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വർക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് റേസ് ചെയ്താൽ മതി, അവർ തന്നെ വന്നെല്ലാം ചെയ്തു തന്നോളും. ഇത് ഞങ്ങളുടെ ലോണ്ട്രി ബാഗാണ്. നമ്മുടെ മുഷിഞ്ഞ തുണിയൊക്കെ ഇതിലിട്ടിട്ട് നമ്മൾ ലോണ്ട്രി റൂമിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് വിത്തൗട്ട് നോ കോസ്റ്റ് അവർ നമുക്കെല്ലാം വാഷ് ചെയ്ത് അയൺ ചെയ്ത് നമ്മൾ ചെന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും നമുക്ക് ഡ്രസ്സെല്ലാം സെറ്റായെന്ന് പറഞ്ഞിട്ട്. സോ ഇതാണ് റൂമിൻ്റെ ടൂറ്. ഇനി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ മേളിൽ നമുക്കിങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ബുക്ക് ഷെൽഫ് വെക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഫ്രണ്ട്സ് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. പിന്നെ ഒരു ചെയറും ഒരു ഡസ്റ്റ്ബിന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഡി എന്ന് അവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു ഡി എന്നുള്ള സാധനമാണ്. പിന്നെ നമുക്ക് 2 ലൈറ്റാണുള്ളത്. ഒന്ന് നമ്മുടെ ടേബിൾ ലൈറ്റ്, നമ്മളിപ്പോൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. ഇതെന്ന് പറഞ്ഞൊരു ലാമ്പ് ലൈറ്റാണ്, നമ്മൾ കിടക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ അതിടാം, അല്ലെങ്കിൽ നമുക്ക് ബുക്കൊക്കെ വായിക്കുമ്പോൾ റീഡിങ് ലൈറ്റ് പോലെ. സോ ഇതാണ് ഫെസിലിറ്റീസും കാര്യങ്ങളും. ബെഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്കൊന്ന് ബേസിക്കലി ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുവന്നാൽ മതി, വേറൊന്നും കൊണ്ടുവരണ്ട. സോ ബൈ.